ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ പതിവ് പരിപാടികളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഞാനിന്ന് സംസാരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിനെ കുറിച്ചാണ്. ഞാൻ മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഈ ചാനൽ ലോക്കോ പൈലറ്റാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്, ചേട്ടൻ്റെ ജോലിനെ കുറിച്ചൊന്ന് പറയുമോ എന്നൊക്കെ ചോദിച്ച്. ഈ ചാനൽ ഏകദേശം ഇപ്പോൾ 10 വർഷത്തോളമായി ലോക്കോ പൈലറ്റായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. എല്ലാവർക്കും അറിയേണ്ടത് ജോലിയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചും ജോലി എങ്ങനെയാണെന്നും ഒക്കെയാണ്. മറ്റ് സർക്കാർ ജോലികളെ അപേക്ഷിച്ച് നോക്കുമ്പം നല്ലൊരു ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ലോക്കോ പൈലറ്റിൻ്റേതാണ്. മാത്രമല്ല, ഇതൊരു കേന്ദ്ര സർക്കാർ ജോലി ആയതുകൊണ്ട് അതിൻ്റേതായ അലവൻസും അതിൻ്റേതായ ഒരു റെസ്പെക്റ്റും ഒക്കെ കിട്ടുന്നുണ്ട് ഇതിന്. പിന്നെ എനിക്കും കുഞ്ഞിനും അടക്കം ഫ്രീ ആയിട്ട് ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റും. അതായത് 2 ടൈപ്പ് പാസ്സാണുള്ളത്. ഒന്ന് പ്രിവിലേജ് പാസും പിന്നെ PTOയും. അതിൽ പ്രിവിലേജ് പാസ്സിൽ ഫുൾ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ അതൊരു നിശ്ചിത ശതമാനം കണ്ടേ ഉള്ളൂ. പിന്നെ അടുത്തത് PTO പാസ്സാണ്. അതിനകത്ത് ടിക്കറ്റിന് 1/3 കൊടുത്താൽ മതി. പിന്നെ റെയിൽവേ ഹോസ്പിറ്റലുണ്ട്, അവിടെ ഫാമിലിക്ക് ഉൾപ്പെടെ ചികിത്സ ലഭിക്കും. പിന്നെ ഉള്ളത്, നമ്മൾ റെൻറ്റിന് വീടെടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം അലവൻസ് റെയിൽവേ തരും. ഇത് മാത്രമല്ല കേട്ടോ, ഇനിയും കുറേ എന്തൊക്കെയോ അലവൻസ് ഉണ്ട്. ഇനി ഡ്യൂട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2 മണിക്കൂർ മുമ്പേ കോൾ ബുക്ക് കിട്ടും. ആ കിട്ടുന്ന 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ 2 മണിക്കൂറിനുള്ളിൽ, അതായത് 1 മണിക്കാണ് ഇപ്പോൾ ഡ്യൂട്ടി എങ്കിൽ അതിന് മുമ്പേ പോയി സൈൻ ഓൺ ചെയ്യണം. ഞാൻ സൈൻ ഓൺ ചെയ്യുന്നത് വാസ്കോയിലാണ് കേട്ടോ. വാസ്കോയിൽ നിന്ന് കാസിൽ റോക്കിലേക്കാണ് ഈ ട്രെയിൻ ഓടിക്കുന്നത്. ഇതിൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് മിനിമം 10 മണിക്കൂറാണ്. ചിലപ്പോൾ അത് 12 മണിക്കൂറൊക്കെ ആവാം. അങ്ങനെ ഡ്യൂട്ടി എടുത്ത് അവിടെ കാസിൽ റോക്ക് എന്ന സ്ഥലത്ത് എത്തിക്കഴിയുമ്പം അവിടെ 8 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്. അവിടെ റണ്ണിങ് റൂമുണ്ട്, ഇവർക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി റണ്ണിങ് റൂമുണ്ട്. അവിടെ ഫുഡും എല്ലാം ഫ്രീ ആണ്. കാസിൽ റോക്കിൽ 8 മണിക്കൂർ റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഷോർട്ട് ട്രിപ്പാണ് കിട്ടുന്നത്. അത് വേറൊരു സ്ഥലത്തേക്ക്. ആ ഷോർട്ട് ട്രിപ്പ് പോയിട്ട് തിരിച്ച് കാസിൽ റോക്കിൽ തന്നെയാണ് തിരിച്ചെത്തുന്നത്. എന്നിട്ട് അവിടെ പിന്നെ 8 മണിക്കൂർ റെസ്റ്റ്. അത് കഴിയുമ്പം ചിലപ്പം വാസ്കോയ്ക്ക് ബുക്ക് ചെയ്യും, ചിലപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പും കൂടെ കൊടുക്കും. അങ്ങനെയാണ് ഈ ചായൻ 2 ദിവസമൊക്കെ 2-3 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നു കഴിയുമ്പം 2 ദിവസം റെസ്റ്റ് അല്ലേ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ 16 മണിക്കൂറാകുമ്പോൾ അടുത്ത ഡ്യൂട്ടി കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം ട്രെയിനിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇവർക്ക് കൂടുതൽ നൈറ്റ് ഡ്യൂട്ടിയാണ് കിട്ടുന്നത്. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് 3 നൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസ്റ്റ് കൊടുക്കും. അല്ലെങ്കിൽ 7 ദിവസം പണിയെടുത്ത് കഴിയുമ്പോഴാണ് ഒരു റെസ്റ്റ് കിട്ടുന്നത്. അത് 30 മണിക്കൂർ. പിന്നെയാണെങ്കിൽ ഇവർക്ക് ലീവൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം ട്രെയിൻ ഓടിക്കാൻ അധികം ആൾക്കാരില്ല. അതുകൊണ്ട് കൂട്ടുകാരുടെയൊക്കെ കല്യാണം വരുമ്പം പോകാനൊന്നും പറ്റുകയില്ല. പിന്നെ ബന്ധുക്കാരൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വിളിക്കുമ്പോൾ അതൊന്നും പോകാൻ പറ്റുകയില്ല, അതൊക്കെ മിസ്സായിപ്പോവും. പിന്നെ ലോക്കോ പൈലറ്റുമാർ ഡ്യൂട്ടിയിൽ അനുഭവിക്കുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് വെള്ളവും ഫുഡും ഒന്നും കിട്ടാത്തതാണ്. അതായത് ചിലപ്പോൾ റിമോട്ട് ഏരിയയിൽ കൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ സ്റ്റേഷനുകളിൽ അങ്ങനെ വെള്ളവും ഫുഡും അങ്ങനെ പലയിടത്തും കിട്ടാറില്ല. പിന്നെ ഗുഡ്സ് ട്രെയിനിൽ വർക്ക് ചെയ്യുന്ന ലോക്കോ പൈലറ്റുമാരുടെ മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ എഞ്ചിനകത്ത് വാഷ്റൂമില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. ഇവർക്ക് ഡ്യൂട്ടിയിൽ വ്യക്തമായിട്ടൊരു ടൈമിംഗ് ഇല്ല. ഇന്ന സമയത്താണ് ഡ്യൂട്ടി കിട്ടുന്നത്, ഇന്ന സമയത്ത് പോയിട്ട് തിരിച്ചു വരും. അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊരു ടൈമിംഗ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി ഒരു കാര്യവും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. ഈ ജോലിക്കാണെങ്കിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ്, ലോക്കോ പൈലറ്റിൻ്റെ വൈഫിന് സുഖമല്ലേ, അവൾക്ക് ഫുഡ് മേടിച്ച് കൊച്ചിനെ നോക്കി വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ എന്ന്. പക്ഷേ അവർ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. കാരണം ഇവർക്ക് കൃത്യമായിട്ട് ടൈമിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരുടെ ഒപ്പം തന്നെ അവരും എഴുന്നേൽക്കേണ്ടി വരും. ഇപ്പം വെളുപ്പിനൊക്കെ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ ആ സമയത്തൊക്കെ എഴുന്നേൽക്കേണ്ടി വരും. ഇവർ 2 മണിക്കൂറും കൊണ്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ തിരിച്ച് ഇവർ ഏത് സമയത്താണ് വരുന്നത് അപ്പോഴൊക്കെ എഴുന്നേറ്റിരിക്കേണ്ടൊക്കെ വരും. പിന്നെ ഇവർ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അല്ല തിരിച്ചു വരുന്നത്. അതുവരെ നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി അവരുടെ കരിയർ വേണ്ടെന്ന് വെച്ച് വന്നവരായിരിക്കും. സത്യത്തിൽ കുഞ്ഞി പിള്ളേരുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്നത്. കാരണം അവർക്ക് അവരുടേതായ ഒരു സമയം കിട്ടിയല്ല ഒന്നിനും. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടി വരും. ലോക്കോ പൈലറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഫാമിലി ടൈം വളരെ കുറവുള്ള ജോലിയാണ്. അപ്പം കിട്ടുന്ന സമയം ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം ശരി, അടുത്ത വീഡിയോ കാണാം.